ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ നമ്മൾ ആ ചാപ്റ്റർ 3 അല്ലെ, നമ്മളെ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ ഡെഡ് ദ ലെവലർ എന്ന് പറയുന്ന ജെയിംസ് ഷോളിയുടെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും എന്താണ് നല്ല ഒരു അർത്ഥം തരുന്ന ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കവിതയായിട്ട് ഈ ഒരു പോയത്തെ നോക്കി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡെഡ് ദ ലെവലർ എന്താണ് ഈ ഒരു വാക്കുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മരണം എല്ലാറ്റിനെയും തുല്യപ്പെടുത്തുന്നു അല്ലെ, എല്ലാറ്റിനെയും ഒന്നാക്കി മാറ്റുന്ന അല്ലെങ്കിൽ എല്ലാം തുല്യമാണ് എന്ന് പറയുന്ന, എല്ലാറ്റിനെയും നിരത്തിയിട്ട് നമ്മൾ ഒരു ലെവൽ ചെയ്യാൻ പറയില്ലേ, അതേപോലെയാണ് ഈ ഒരു മരണം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ഇതുമായി ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്താണ്? നമ്മുടെ മനുഷ്യർ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളിൽ, ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ എന്താണ്, ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ അവന്റെ അഹങ്കരിക്കാനുള്ള ഒരു കാര്യങ്ങളും, അത് പണമാവാം, അവന്റെ പദവിയാവാം, അതെന്തോ ആവട്ടെ, ഒന്നുമല്ല അവൻ ഈ പറഞ്ഞ രാജാവിന്റെ രക്തമോ അല്ലെങ്കിൽ രാജാവോ ഒന്നും തന്നെ എന്താണ് മരണത്തിനൊരു പ്രശ്നമല്ല. മരണം അതിന്റെ എല്ലാ കൈകളും എല്ലാ മനുഷ്യരിലേക്കും കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. അപ്പൊ മരണത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാ ആൾക്കാരും തുല്യരാണ്. അപ്പോ ഒന്നിനും വേണ്ടിയിട്ടും ഇന്നീ കാണുന്ന മനുഷ്യർ അഹങ്കരിക്കേണ്ടതില്ല എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ലൈഫിലൂടെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ചിരിയിലും കളിയിലും തമാശകളിലും പോലും എന്താണ് ഏറ്റവും നല്ലത് നമ്മുടെ നീതിയെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. നമ്മുടെ ലൈഫ് ഒരു വലിയ മാതൃകയാക്കിയിട്ട് ഈ ലോകത്ത് കൊടുക്കണം. കാരണം ഒരു രാജാവിനെയും ഓർത്തിരിക്കാമെന്ന് ഈ സമൂഹം പറയുന്നില്ല, ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന മനുഷ്യരെയും ഓർത്തിരിക്കാമെന്ന് ഈ സമൂഹം പറയുന്നില്ല. പക്ഷെ ഒരു നീതിമാന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സമൂഹം ഉയർത്തിപ്പിടിക്കുകയും അതിനെ ഓർത്തെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം? നീതിമാനായിരിക്കണം. നമ്മുടെ നീതിയിലൂടെ ഈ ലോകത്ത് നമ്മളെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം എന്നൊക്കെ പറയുന്ന ഒരു കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ലൈഫില് ഒരിക്കലും മരണത്തിന്റെ മുന്നിൽ നമുക്ക് ആർക്കും വിജയിച്ചു പോരാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും മരണത്തിന്റെ മുന്നിൽ മുട്ടുമടക്കും. അതെന്ത് വലിയ ആളുകളാണെങ്കിലും, രാജാവാണെങ്കിൽ പോലും മുട്ടുമടക്കും. എന്നാൽ ഇതാ നമ്മുടെ യുദ്ധഭൂമിയിൽ ഒരുപാട് മനുഷ്യരുടെ തല കൊയ്ത മനുഷ്യനാണെങ്കിലും അവന്റെ അവസാനവും എന്താണ്? മരണത്തിലേക്ക് തന്നെയാണ്, മരണം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് മക്കളെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന വിജയിയോ അല്ലെങ്കിൽ പരാജിതനായിട്ടുള്ള മനുഷ്യരോ ഇവർ തമ്മിലൊന്നും വ്യത്യാസമില്ല. ഇവരെല്ലാ ആൾക്കാരും എന്താണ്? മരണത്തിന്റെ മുന്നിൽ തുല്യരാണ്. ഇവരെല്ലാരും ആ തണുത്ത കല്ലറയിലേക്ക് തന്നെയാണ്, ശവക്കല്ലറയിലേക്ക് തന്നെയാണ് വരേണ്ടത് എന്നാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ഏത് കാലഘട്ടത്തില്? 1666 മുന്നേ ഉള്ള കാലഘട്ടം മുതല് ജെയിംസ് ഷോളി നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ കവിതയെ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കാണാനും അതിനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ ചുറ്റി നിൽക്കുന്ന ഓരോ മനുഷ്യരോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ നീതി ഉയർത്തിപ്പിടിക്കാനും നമുക്കാവണം. മനുഷ്യരോട് മാത്രമല്ല, ചുറ്റുമുള്ള ജീവജാലങ്ങളോടും നമ്മുടെ സൊസൈറ്റിയോടും എല്ലാറ്റിനോടും ഈ ഭൂമിയോട് പോലും നമ്മൾ എന്താണ്? നീതിപൂർവമായ നമ്മുടെ പ്രവൃത്തികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ജീവിച്ചു കാണിക്കണമെന്ന് നമുക്ക് ഒരു സൂചന നൽകുന്ന കവിതയാണ് എന്ത്? ഡെഡ് ദ ലെവലർ എന്ന് പറയുന്ന, മൃത്യു എല്ലാറ്റിനെയും തുല്യമാക്കുന്നു അല്ലെങ്കിൽ എല്ലാം നിരത്തുന്നവൻ മൃത്യു എന്ന് പറയുന്ന കവിത, ജെയിംസ് ഷോളിയുടെ കവിത നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പറയുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അറിയാത്ത വാക്കുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകുമ്പോൾ എന്താണ്? വൈ ഡസ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്? എന്താണ്? നമ്മുടെ ബന്ധങ്ങളിലും അതുപോലെ തന്നെ ഈ പറയുന്ന പദവികളും എന്താണ്? ഒരു ഷാഡോ ആണ്, നിഴലുകളാണ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. The poet thinks that the glories of our blood and state are shadows because they are not substantial things. എന്താണ്? നമ്മൾ ഈ പറയുന്ന ഒരുപാട് വലിയ പദവികളോ, അല്ലെങ്കിൽ ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ കുടുംബം ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ഇതൊന്നും തന്നെ പ്രധാനമല്ല എന്നാണ്. ഇതൊക്കെ വെറും നിഴലുകളാണ്, ഇതൊന്നും തന്നെ പ്രധാനപ്പെട്ടതല്ല എന്നാണ് ആർക്ക് തോന്നുന്നത്? പോയറ്റിന് തോന്നുന്നത്. അത് തന്നെയാണ് യഥാർത്ഥ കാര്യം. എന്താണ്? മരണമാണ് എല്ലാറ്റിന്റെയും മുകളിൽ പോയിട്ട് നിൽക്കുക. അവിടെ ഈ പറയുന്ന ഒന്നും തന്നെ ഇല്ല. ഈ പദവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അല്ലെ. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡു സ്ക്രിപ്ചർ ആൻഡ് ക്രൗൺ ആൻഡ്
City and spade stand for. What do this symbolize? എന്താണ് ഈ ചെങ്കോലും കിരീടവും അതുപോലെ തന്നെ അരിവാളും മൺവെട്ടിയും ഇതൊക്കെ നമ്മുടെ മുന്നിൽ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ scripture and crown stand for the power, അല്ലെ? ചെങ്കോലും കിരീടവും എന്താണ്? ഒരു വലിയ പവറിനെ അർത്ഥമാക്കുന്ന, അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. സ്കിത് ആൻഡ് ദ സ്പേഡ് എന്താണ്? അരിവാളും മൺവെട്ടിയും എന്താണ്? സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെയിനസ് എഫേർട്ട് എന്താണ്? കഠിനാധ്വാനിക ആയിട്ടുള്ള മനുഷ്യരുടെ എഫേർട്സിന്റെ സിംബോളിക്കേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, ഇവിടെ സ്കെപ്ചർ ആൻഡ് എ ക്രൗൺ സിംബലൈസസ് കിങ്സ്, സ്കിറ്റി ആൻഡ് സ്പേഡ് സിംബലൈസസ് ദ ഓർഡിനറി പീപ്പിൾ, അല്ലെ? എന്താണ്? ചെങ്കോലും കിരീടവും രാജാവിനെ സിംബലൈസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? അരിവാളും മൺവെട്ടിയും സാധാരണ മനുഷ്യനെ അല്ലെ സിംബലൈസ് ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? രണ്ടാമത്തെ ആൻസർ. ഓക്കെ, നോക്കിക്കേ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. Why does the poet say that there is no armor against feet? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന പോയറ്റ് ഇവിടെ പറയുന്നത് ഒരു പടച്ചട്ടയും, ആർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചട്ടനാണ് കേട്ടോ, നോ ആർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടച്ചട്ടയില്ല, എന്തിനെതിരെ? വിധിക്കെതിരെ ഒരു പടച്ചട്ടയും ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. Because death carries of all alike whether a king or an ordinary man. മരണം എങ്ങനെയാണ് വരുന്നത്? അത് രാജാവാണോ അല്ലെ സാധാരണക്കാരനാണോ നോക്കിയിട്ടല്ല, മരണം എങ്ങനെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഇവിടെ ഒരു പടച്ചട്ടയില്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ല. നമ്മൾ ആ മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. എല്ലാ മനുഷ്യരും ഒരു ദിവസം മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു വരികളാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് there is no armor against feet. അതുകൊണ്ടാണ് ഈ ഒരു അർത്ഥത്തിൽ പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Some men with swords may reap the field. What do this mean? ചില മനുഷ്യര് അവരുടെ വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കൊയ്ത്ത് നടത്തുന്നു എന്നാ പറയുന്നത്, അല്ലെ? കൊയ്തെടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? This means that some men like kings kill people to conquer the land. എന്താണ്? ഒരു കാലത്ത് രാജാവിന്റെ ഇതിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആളുകൾ യുദ്ധത്തിൽ ആരെ കൊല്ലുന്നു എന്നുള്ളതാണ്. ഈ ഭടന്മാരെല്ലാം തന്നെ ആരെ കൊല്ലാറുണ്ട്? കുറെ മനുഷ്യരെ കൊന്നു തീർക്കാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അവന്റെ വാൾ ഉപയോഗിച്ചുകൊണ്ട് പാടത്ത് കൊയ്ത്ത് നടക്കുന്നത് പോലെ യുദ്ധഭൂമിയിൽ കൊയ്തെടുക്കാറുണ്ട് എന്ന് പറയാറുന്നത്. അത് പക്ഷെ എന്താണ്? അവനാണെങ്കിലും ഈ പറയുന്ന കൊയ്ത്ത് നടത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊലപാതകം നടത്തി എന്ന് പറയുന്ന മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരാണെങ്കിലും എല്ലാവർക്കും ഒരു വിധി തന്നെയാണ്. അവസാനം അവർ എന്തിലേക്ക് എത്തി നിൽക്കുന്നു? മരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ്. വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് മാൻ വിത്ത് സോർഡ്സ് ഹു ഹോപ്പ് ടു റീപ് ദ ഫീൽഡ്? വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് മാൻ? എന്താണ് മനുഷ്യന്റെ വിധി? ഈ പറയുന്ന വാളുകൊണ്ട് ഈ പറയുന്ന എല്ലാ കൊയ്ത്തും നടത്തിയിരിക്കുന്ന മനുഷ്യന്റെ വിധി എന്താണ്? Their strong nerves at last wield. അവരുടെ ഞരമ്പുകൾ അല്ലെ, അവരുടെ സ്ട്രോങ് ആണെന്ന് അവർ ധരിക്കുന്ന അവരുടെ നെർവ്സ് പോലും അവസാനം എന്താണ്? അടിയറവ് പറയും. അതാണ് ഈൽഡ്. അവസാനം എന്താണ്? അടിയറവ് പറയും. They stoop to fate and die. അവരെന്താണ്? വിധിക്ക് മുന്നിൽ തലകുനികളാണ്. സ്റ്റൂപ്പ് ദ ഫേറ്റ് അല്ലെ, സ്റ്റൂപ്പ് ടു ദ ഫേറ്റ് എന്ന് പറയുന്നത് വിധിയുടെ മുന്നിൽ തലകുനിക്കും. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകും? ആൻഡ് ഡൈ. അവർ മരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്താണ്? ഏറ്റവും വലിയ ഭടനാണ്, ഞാനാണ് ഈ പോരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ എന്നൊന്നും പറഞ്ഞത് നിന്നിട്ട് കാര്യമില്ല. എന്താണ്? അവരും എങ്ങോട്ടേക്ക് പോകണം? വിധിയുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓക്കെ, നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. What does death's purple altar refers to? എന്താണ് മരണത്തിന്റെ purple altar എന്ന് പറഞ്ഞ് ഇവിടെ റെഫർ ചെയ്തത്? It refers to the blood stained battlefield. അതായത് purple altar എന്ന് പറയുന്നത് ഒരു സിംബലൈസ് ആയിട്ട് യൂസ് ചെയ്തൊരു കാര്യമാണ്. അതായത് മരണത്തിൽ അല്ലെ, ഇവിടെ ഒരു നമ്മൾ ആലോചിച്ച ഒരു യുദ്ധഭൂമിയിൽ അവിടെ മരിച്ചു കിടക്കുകയാണ്. അവിടെ എന്താണ്? രക്തം തളം കെട്ടി കിടക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ രക്തം തളം കെട്ടി കിടക്കുമ്പോൾ സ്റ്റെയിൻഡ് ആയിട്ട് ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ
കിടക്കുന്ന ആ ഒരു കളറിനെ അതിനെ സിംബലൈസ് ചെയ്തിട്ടുണ്ട് ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് വികസിപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഈ കവിതയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് എന്താണ് നമ്മൾ പറയുന്നത്, ഈ ഡെത്തിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ അല്ലെ. നമ്മൾ പറയാറില്ലേ, മഹാഭാരത യുദ്ധത്തിന് ശേഷം കുന്തിദേവി എന്ത് കാണാൻ വേണ്ടി പോവാണ്, മക്കളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും മരിച്ചു വീണു, കാണാൻ വേണ്ടി പോവുകയാണ്. ആ പോണ സമയത്ത് കണ്ട് ആ ഒരു യുദ്ധരംഗത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരുപാട് കവിതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവസാനം കുന്തിദേവിയുടെ ശാപമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെയല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഭീകരത ദൃശ്യമാക്കുന്നതാണ്. തൻ്റെ മക്കളുടെ ദേഹത്തു നിന്നുള്ള ചോര തന്നെ വീണ് അത് തന്നെ തളം കെട്ടി കിടക്കുന്ന പല കേന്ദ്രങ്ങളും കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതേ ആ ഒരു ഭീകരത, അതേ ഭീകരതയായിട്ടാണ് ഇവിടെയും പറയുന്നത്. ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് വീണിട്ടുള്ള, അവരുടെ സ്ട്രെയിൻ ആയിട്ടുള്ള അവിടെ കിടക്കുന്ന ബ്ലഡിനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. നമ്മുടെ 6th ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് നോക്കണം. അത് ചിലപ്പോഴെങ്കിലും 1 വേർഡ് ചോദിച്ചാൽ നിങ്ങളൊന്ന് എഴുതി കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 7th ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടർ വിക്ടിം മീൻസ്? എന്താണ് ഈ ഒരു ഫ്രേസ്? ഇവിടെ കണ്ട വിക്ടർ വിക്ടിം, അത് ആ ഫ്രേസ് കൊണ്ട് എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇറ്റ് മീൻസ് ദ ട്രയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ്. എന്താണ് ഇവിടെ പറയുന്ന വിക്ടർ? എന്താണ് ഈ പറയുന്ന രീതിയിൽ വിജയിച്ചവനും പരാജിതനായവനും, ഈ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. ട്രയംഫന്റ് ആൻഡ് ദ ഡിഫീറ്റഡ് അല്ലെ, തോറ്റവനും ജയിച്ചവനും എന്ന രീതിയിലുള്ള അർത്ഥം വരുന്ന ആ ഒരു ഫ്രേസ് ആണ് അവിടെ കൊടുത്തത്, വിക്ടർ വിക്ടിം. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ 8th ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? വൈ? അതായത് എന്താ ചോദിക്കുന്നത്? വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? എന്താണ് ഡെത്തിന് സർവൈവ് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇല്ല. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? വൈ? അവിടെ എന്താണ് ബ്ലോസം ആയിട്ട് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് ക്യാൻ സർവൈവ് ഡെത്ത്. എന്താണ് മരണത്തെ തോൽപ്പിക്കുന്നത്? മരിച്ചാലും ഒരു മനുഷ്യനെ ഓർമ്മിക്കുന്നത് എന്താണ്? ജസ്റ്റ് ഇവിടെ സത്യം, നീതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് ക്യാൻ സർവൈവ് ദ ഡെത്ത്. അത് മാത്രമേ, നമ്മുടെ ശരീരം പോവും, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമേ എങ്ങനെ സർവൈവ് ചെയ്ത്, ഡെത്തിനെയും സർവൈവ് ചെയ്ത് ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ദേ ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അവർ ഏത് അവസ്ഥയിലും ഇങ്ങനെ ബ്ലോസം ചെയ്ത് പൂത്തുകൊണ്ട് നിൽക്കുമെന്നുള്ളതാണ്. because we remember only the good actions of people even after their death. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളാണ് നമ്മളൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അത് ഞാൻ കവിത എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ഈസ് ഡെത്ത് കോൾഡ് ദ ലെവലർ? എന്തുകൊണ്ടാണ് മരണത്തെ ലെവലർ എന്ന വാക്കുകൊണ്ട് ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് ഡെത്ത് നോസ് no distinctions and carries of all, like reducing them all to dust. എന്താണ് ഇവിടെ? മരണത്തിന് വലിപ്പ ചെറുപ്പങ്ങളില്ല, പണക്കാരനോ പാവപ്പെട്ടെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയുള്ളവനോ പദവി ഇല്ലാത്തവനോ എന്നില്ല, രാജാവെന്നോ സാധാരണക്കാരനോ ഇല്ല. എന്താണ്? മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. മരണം എല്ലാത്തിനും ലെവല് ചെയ്യാണ്. എല്ലാറ്റിനെയും കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരെയും കൊണ്ടുവന്ന് ആ തണുത്ത ശവക്കലറയിലേക്ക് തന്നെയാണ് വെക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോ അതിനുശേഷം അതൊക്കെ വെറും പൊടികളാണ്. നമ്മളും പൊടികളാണ്, രാജാവും പൊടികളാണ്. ഇനി ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് പദവിയിലിരിക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ എന്താണ്? അവസാനം മരണപ്പെട്ടതിന് ശേഷം വെറും പൊടികളായിട്ട് മാറുന്നൊരു അവസ്ഥയാണത്. അപ്പൊ എന്താണ്? ഡെത്ത് എല്ലാറ്റിനെയും ലെവല് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്, എല്ലാം നിരത്തുന്ന ആളായിട്ടാണ് മരണത്തെ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട് മക്കളെ. അപ്പൊ എന്താണ്, നമുക്കിനി നമ്മുടെ ആക്ടിവിറ്റി ഭാഗം കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വേറെ ടെൻഷനുള്ള കാര്യമില്ല. വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുന്ന, നിങ്ങളുടെ ലാംഗ്വേജിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 1 വേർഡ് ഒക്കെ വരുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് നേരെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയാൽ നിങ്ങൾ elaborate the idea in the following lines. Only actions of the just smell sweet and blossom in the dust. എന്താണ് ഈ ഒരു കാര്യം പറയേണ്ടത്? The garlands on our bow
with her, so we don't boast about our mighty deeds. The actions of the just can survive death. They blossom in the dust because we remember only the good actions of people even after their death. അല്ലേ? നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യന്റെ ജസ്റ്റ് മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ വരികളാണ് ഇവിടെ പറഞ്ഞ എലാബറേറ്റ്. ഏത് വരിയാണ് പറയുന്നത്? ഓൺലി ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ഈ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ എന്താണ് ഇവിടെ നിലനിൽക്കുള്ളൂ എന്ന് പറയുന്ന വരി എങ്ങനെ പറയാം? ദി ഗാർലാൻഡ്സ് ഓൺ അവർ ബോ വിച്ച് സോ വി ഡോണ്ട് ബോസ് അബൌട്ട് അവർ മൈറ്റി ഡീഡ്സ്. അല്ലെ, നമ്മൾ എന്താണ് നമ്മുടെ തലയിലെ പൂക്കുല പോലും ചെതറിപ്പോവും. നമ്മളിങ്ങനെ നമ്മൾ അതായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പൊങ്ങച്ചങ്ങളൊന്നും തന്നെ ഇവിടെ പറയേണ്ടതില്ല. ദ ആക്ഷൻ ഓഫ് ദി ജസ്റ്റ് ക്യാൻ സർവൈവ് ദ ഡെത്ത്. എന്താണ്? മനുഷ്യൻ ചെയ്ത ആകെ മരണത്തെ അതിജീവിക്കുന്ന ഒരേ കാര്യം മനുഷ്യൻ ചെയ്ത നീതിപൂർവമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് മാത്രമേ മരണത്തെ അതിജീവിക്കുകയുള്ളൂ. ദേ ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അത് മാത്രമേ എന്താണ് ഏതൊരു അവസ്ഥയിലും പൂത്തു നിൽക്കുകയുള്ളൂ. ബിക്കോസ് വി റിമെമ്പർ ദ ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്താണ്? മനുഷ്യന്റെ നല്ല ആക്ഷൻസ് മാത്രമേ എല്ലാവരും ഓർത്തുകയുള്ളൂ ഏത് സമയം കഴിഞ്ഞാലും. ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഓർത്ത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ്. ഏതാണ്? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേത്ത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ഷാഡോസ്. അതെന്തുകൊണ്ട് അങ്ങനെ ഷാഡോസ് മാത്രമാണെന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ നോട്ട് എ സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അതിന് അടുത്ത വരിയിൽ കൊടുക്കുന്നത് എന്താണ്? ഇതൊന്നും തന്നെ പ്രധാനപ്പെട്ടതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് പറയണം. ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. എന്താണ്? വിധിയെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പടച്ചട്ടയ്ക്കും കഴിയില്ല. കാരണം എന്താണ്? ബിക്കോസ് ഡെത്ത് ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക് ഹൈ ആൻഡ് ലോ. അല്ലെ, എല്ലാം വലിയവനെയും ചെറിയവനെയും അല്ലെങ്കിൽ റിച്ചായവനെയും പൂറായവനെയും സ്ട്രോങ് ആൻഡ് വീക്കിനെയും എല്ലാറ്റിനെയും എന്താണ് അവസാനം എന്താണ് റിഡ്യൂസിങ് ദം ഓൾ ടു ഡസ്റ്റ്. അല്ലെ, എല്ലാറ്റിനെയും അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പൊടിയായി കളയുന്ന ഒരു അവസ്ഥയിലാണ് മരണമുള്ളത്. അപ്പൊ എന്താണ്? ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന കാര്യം എന്തുട്ടാ? നമ്മുടെ മൂന്നാമത്തെ തന്നെ ആക്ടിവിറ്റി 1 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ദ ഫോളോയിങ് വേർഡ്സ് ആർ ടേക്കൺ ഫ്രം ദ പോയം. ഈ ഫോളോയിങ് വേർഡ്സ് നമ്മൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ള ഫോളോയിങ് വേർഡ്സ് ഒക്കെ നമ്മുടെ പോയത്തിൽ എടുത്താണ്. ഫ്രേസസ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിക്ഷണറി. ഇതിനെയൊക്കെ ഡിക്ഷണറിന്റെ അടിസ്ഥാനത്തിൽ ഫ്രേസ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നോക്കിക്കുക എന്താണ്? നൗൺ ആണ്. ബട്ട് എന്ന് പറയുന്ന ഭാഗം കൺജങ്ഷൻ ആണ്. നിങ്ങൾ ഡിക്ഷണറി നോക്കുമ്പോൾ മാത്രമാണ് ഓരോന്നും എന്താണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. മർമറിങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ബോസ് എന്ന് പറയുന്നത് വേർബ് ആണ്. വേർ എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ്. കോൾഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. വിത്തർ എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ്. തേം വേർബ് ആണ്. സ്റ്റൂപ്പും വേർബ് ആണ്. ക്രംബിളും റീപ്പും ബോസ്റ്റും ബ്ലീഡും ഒക്കെ വേർബ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഡിക്ഷണറിയിലോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡിൽ ഇതെന്താണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകും. വേർബായിട്ടും ആഡ്വേർബായിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും കൺജങ്ഷൻ ആയിട്ടും നൗൺ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡിക്ഷണറി ജസ്റ്റ് ഒന്ന് ചുമ്മാതെങ്കിലും ഒന്ന് മറിച്ച് നോക്കാനുള്ള ഒരു കാര്യമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്താണ് ആക്ടിവിറ്റി 2 ആണല്ലേ. ആക്ടിവിറ്റി 2 എന്താണ്? എക്സാമിൻ ദ റിതം സ്കീം ഓഫ് ദ പോയം. വാട്ട് എഫക്ട് ഡസ് ഇറ്റ് പ്രൊഡ്യൂസ്. നമ്മൾ റിതം സ്കീം നോക്കാറില്ലേ? ഈ പറയുന്ന റൈം സ്കീമിനെ നമ്മൾ റിതം സ്കീമായിട്ടല്ലേ റൈം സ്കീമായിട്ട് കാണുക. റൈം സ്കീം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്? റൈം സ്കീം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഓരോ വരിയുടെയും എൻഡിങ് ആയിട്ട് കിടക്കണ ആ വാക്കിന്റെ സെയിം പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ അതേ രീതിയിൽ കിട്ടണ കാര്യങ്ങൾ അടുത്ത വരിയിലുണ്ട്, അതിന് തൊട്ടടുത്ത വരിയിലാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ റൈം സ്കീം നമ്മൾ എന്താണെന്ന് ഒന്ന് ഓർത്തെടുക്കണം. റൈം സ്കീം എങ്ങനെയാണ് നമ്മൾ ഈ വിധം ഓരോരോ കാര്യത്തിലേക്കും പോകുന്ന സമയത്ത് ആ റൈം സ്കീം കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്, എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇവിടെ ഈ വരികൾ നോക്കിക്കുക എന്താണ്? ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ തിങ്സ് ആണ്. സ്റ്റേറ്റും തിങ്സും രണ്ടതാണ്. അപ്പൊ അടുത്ത വരിയുടെ അവസാനത്തെ എന്താണ്? ഫേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഫേറ്റ് അല്ലെ, സ്റ്റേറ്റ് ഫേറ്റ് എന്ന് പറയുന്നത് ഒരേയാണ്. അപ്പോ
ആദ്യത്തതും മൂന്നാമത്തെ ലൈനും ഏതാണ്ട് ഒന്നാണ്. അപ്പോ രണ്ടാമത്തെ തിങ്സ്, നാലാമത്തെ വരെ നോക്കുമ്പോൾ എന്താ ഫേറ്റിന്റെ അടിയിൽ കിങ്സ് ആണ്. അപ്പോ എന്താണ് അവിടെ തിങ്സ് കിങ്സ് ഒരേ രീതിയിലാണ്. അപ്പൊ എന്താണ് കിട്ടി നമുക്ക്, എന്താണ് എ ബി കിട്ടിയല്ലേ. അടുത്ത വരിയിലോട്ട് വരികയാണ്. ഇവിടെ അടുത്ത വരി വരുമ്പോ എന്താണ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത കാര്യങ്ങളാണ് താഴെ ഇരിക്കണം. അപ്പൊ എന്താണ് ക്രൗണ് ഡൗൺ കിട്ടി. അപ്പൊ രണ്ടും അടുത്തടുത്ത് ഒരേപോലെ കിട്ടി. അപ്പോ നേരത്തേതുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ സി ഇട്ടു അല്ലെ. അപ്പൊ എന്താ സി ആയി. അപ്പൊ അടുത്ത വരി നോക്കുമ്പോ എന്താണ് പിന്നെ വേറെയാണ് വരുന്നത്. മെയ്ഡ് സ്പെയ്ഡ് ആണ് അടുത്ത വരികൾ വരുന്നത്. അപ്പൊ അത് ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോ നേരത്തെ തന്നെ കണക്ട് ചെയ്ത് വരാത്തതുകൊണ്ട് ഡി ഇട്ടു അല്ലെ. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ബി സി ഡി ഈസ് ദ റൈം സ്കീം ഓഫ് ദ പോയം. ഇറ്റ് പ്രൊഡ്യൂസസ് ഇസ് മ്യൂസിക്കൽ ക്വാളിറ്റി ടു ദ പോയം അല്ലെ. ഇതാണ് ഇതിന്റെ റൈം സ്കീം, ഇതാണ് ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. ഓക്കെ അല്ലെ. ഏത് പോം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചാലും മക്കളെ നിങ്ങൾക്ക് അതിന്റെ റൈം സ്കീം കാണാൻ അറിഞ്ഞിരിക്കണം. റൈം സ്കീം എഴുതാനും പറ്റണം. സിമ്പിൾ ആണ്. ചിലപ്പോൾ ഒരു പോം തന്നിട്ട് അതിന്റെ അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്താനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചിട്ട് ഏതാണോ വേണ്ടി പറയുന്ന സമയത്ത് നിങ്ങളോട് റൈം സ്കീം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൈം സ്കീം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റണം. അത് ഏത് പോം ആണെങ്കിലും എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ. ഓക്കെ, ഇതിന് രണ്ടാമത്തെ നോക്കൂ. A couplet consists of two lines of poetry that rhyme with each other and are of the same length അല്ലേ. അതിന്റെ എക്സാമ്പിൾ നോക്കി, സെയിം ആയിട്ട് റൈമും അതുപോലെ സെയിം ലെങ്ത്തും വരുന്ന രീതിയിൽ അറേഞ്ച്മെന്റ്. Sketch and crow must tremble down. Can you identify more couplets from the poem? ഇതുപോലെയുള്ള കപ്ലെറ്റ്സ് എവിടെ കണ്ടെത്താൻ പറ്റും, നമ്മൾ കണ്ടെത്താലോ. ഏർലി ഓർ ലേറ്റ് അല്ലേ ഉണ്ടാവാറുണ്ട്. They stoop or feet ഉണ്ടാവാറുണ്ട് അല്ലെ. അതുപോലെ അടുത്ത കപ്ലെറ്റ്സ് ആയിട്ട് എന്താ, murmuring breath, creep to death. ഇതൊക്കെ കപ്ലെറ്റ്സ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പോകണട്ടോ. അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദാറ്റ് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. എന്താണ് ഇവിടെയുള്ള ഈ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടെത്താനാ പറഞ്ഞത്. ദാറ്റ് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. അവിടെ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് യൂസ് ചെയ്ത്, പേഴ്സോണിഫിക്കേഷൻ ആണ് ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഹിയർ ഹ്യൂമൻ ക്വാളിറ്റി ഈസ് അട്രിബ്യൂട്ടഡ് ടു ദ ഇനാമിനേറ്റ് തിങ്സ് ഡെത്ത് അല്ലെ. എല്ലാറ്റിനെയും എന്താണ് ഡെത്തുമായിട്ട് പറയുന്ന അല്ലെ. അത് കിങ്ങിന്റെ ശരീരമാണെങ്കിലും മരണത്തിന്റെ ഐസി ആയിട്ടുള്ള ഹാൻഡ്സ് എവിടെ പോയി നിൽക്കുന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പോയി നിൽക്കുന്നു. അതെല്ലാവർക്കും, എല്ലാ ഹ്യൂമണിനും ഒരുപോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു പേഴ്സോണിഫിക്കേഷൻ ആണ് ഇവിടെ. ഓക്കെ, അതാണ് നമുക്ക് ആ പേഴ്സോണിഫിക്കേഷൻ ആണ് നമുക്ക് എന്തായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഇവിടെ ഉപയോഗിച്ച ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിക്ക് ഔട്ട് എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഇവിടെ ഉണ്ടാകുന്ന മെറ്റഫറിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞ മെറ്റോണിമിയും അല്ലെങ്കിൽ ഓക്സിമോറോണും ഒക്കെ നമുക്ക് പറയാം. മെറ്റഫർ എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഇറ്റ് ഈസ് എ sworn or expression used to describe somebody or something in a way that is different from its normal use. One is identified with the other. എന്താണ് മെറ്റഫർ എന്ന് പറയുന്നത്, എന്താണ്, ഇറ്റ് ഈസ് എ വേർഡ് അല്ലെ. ഇറ്റ് ഈസ് എ വേർഡ് ഓർ എക്സ്പ്രഷൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംബഡി ഓർ സംതിങ്. ഈ വേർഡ് മെറ്റഫർ ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, ഇത് ഒരു മനുഷ്യനും അല്ലെങ്കിൽ എന്തിനെങ്കിലും ആയിട്ട് പറയാണ്. ഇൻ എ വേ ദാറ്റ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് നോർമൽ യൂസ്. അതെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള യൂസിൽ പറയുന്നതാണ്. വൺ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ദ അതർ, ഒന്ന് മറ്റൊന്നിനോട് പറയുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് എന്താണ്, ഗ്ലോറീസ് ആർ ഷാഡോസ്. ഓക്കെ, ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ്സ്. ഓക്കെ, അത് പറയുന്നത് എന്താണ്, ഗ്ലോറീസ് ഓഫ് ഷാഡോസ്, നിഴലുകളുടെ ഒരു ഇതാ പറഞ്ഞത്. ഗ്ലോറീസ് അറിയാലോ നിങ്ങൾക്ക്, വിക്ടറി ഒക്കെ ആയിട്ടുള്ള കാര്യം, അതിന്റെ നിഴലുകളെ. അല്ലെങ്കിൽ ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ്. എന്താണ് ജസ്റ്റ്, എന്താണ് ഇവിടെ പറയുന്നത്, സത്യസന്ധതയാണ് അല്ലെ. ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ്, അതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. പിന്നെ എന്താണ് മെന്റോണിമി ആയിട്ട് പറയുന്നത്, when one thing is mentioned instead of another with which has become closely associated because of a recurrent relation in common experience.
അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ക്രൗൺ, അതുപോലെ സ്കെച്ചർ, സിത്ത്, സ്പേഡ് അല്ലെ. ഇതൊക്കെ എന്താണ്? ക്രൗണും സ്കെച്ചറും എന്താണ് പറയുന്നത്? മെറ്റോണമിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ അത് കിങ്ങിനെ യൂസ് ചെയ്യുന്ന, കിങ്ങിനെ കാണിക്കാൻ വേണ്ടി, അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് എന്താണ് കിരീടവും ചെങ്കോലും ഒക്കെ പറയണത്. ഇവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന അരിവാളും അതുപോലെ തന്നെ മൺവെട്ടി എന്താ പറയണത്? ഇത് ആരെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഇത് ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്ത വാക്കായിരുന്നു. ഇനി ഓക്സിമോറൻ നോക്കുക. when two terms which in ordinary usage are contraries are used together, എന്താണ്? victor, victim, bleeds അല്ലെ. അവിടെ എന്താണ് ഓക്സിമോറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രേസ് അവിടെ വരുന്നുണ്ട് അല്ലെ. ആ ഫ്രേസ് എന്താണ്? ഓർഡിനറി ഒരു യൂസേജ് ആണ്, എന്നാൽ എന്താണ് അത് ഒന്ന് മറ്റൊന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. അതെന്താണ്? വിക്ടർ, വിക്ടിം, ബ്ലീഡ്സ് അല്ലെ. അവിടെ പറഞ്ഞ എന്താണ്? വിജയിച്ചവനും പരാജയപ്പെട്ടവനും എന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രേസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനാ ഓക്സിമോറൻ ആയിട്ട് കാണും. ഓക്കെ, വാട്ട് ഈസ് ദ പോയറ്റിക് എഫക്ട് ഓഫ് ദീസ് ഫിഗർ ഓഫ് സ്പീച്ച്? ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അല്ലെ, ഈ ഒരു പോയറ്റിക്കൽ എഫക്ട് ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് എന്താണ്? ദീസ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് ദ പോയം. ഈ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? ഈ പോയത്തിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്ന് നമുക്ക് കാണാം. ദേ മേക്ക് ദ പോയം ഇൻട്രസ്റ്റിംഗ്. അവരെന്താണ് ഈ പോയമോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് വന്നു, നമ്മൾ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇതൊക്കെ എന്താണ് ഈ പോയത്തിന്റെ ക്വാളിറ്റിയെ മെച്ചപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് ഒന്നുകൂടി അത് വായിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്ത കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തുട്ടാ? അപ്രീസിയേഷൻ ആണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്രീസിയേഷനെ നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ ആക്ടിവിറ്റി 3 ആണ് അപ്രീസിയേഷൻ. men are mortal, triumph and failure are a part and a parcel of life. However, we have to think of the consequence of our action before we do something. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? men are mortal അല്ലെ. men are mortal, triumph and failure are a part and a parcel of life. എന്താണ്? മനുഷ്യരെല്ലാം തന്നെ മരിക്കും. പിന്നെ എന്താണ്? ഇമ്മോർട്ടൽ അല്ല അല്ലെ നമ്മളെല്ലാം തന്നെ. പിന്നെ ട്രയംഫ് അല്ലെങ്കിൽ വിക്ടറി അല്ലെങ്കിൽ നമ്മുടെ തോൽവികൾ അല്ലെ, ഇതൊക്കെ എന്താണ്? ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഇത് എന്തൊക്കെയാണെങ്കിലും എന്താണ്? നമ്മളെ ചെയ്തികളുടെ അവസാനം അല്ലെ, അതെന്താണ് എന്നുള്ളത് ഓർക്കേണ്ടത്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ദ എഫക്റ്റ് ഓഫ് അവർ മിസ്റ്റേക്ക് ഇൻ ഡീഡ്സ് കനോട്ട് ബി ഓഫൺ റെക്ടിഫൈഡ്. എഫക്റ്റ് ഓഫ് അവർ മിസ്റ്റേക്ക് ആണ് അല്ലെ, നമ്മുടെ തെറ്റിന്റെ പരിണിത ഫലങ്ങൾ എന്താണ്? അത് റെക്ടിഫൈ ചെയ്യും അല്ലെ. തിങ്സ് ആൻഡ് ആഡ് യുവർ വ്യൂസ്. അത് നമ്മൾ എന്താണ് ചിന്തിച്ച് അതിന് നിങ്ങൾ ഉത്തരം എഴുതാൻ പറയുമ്പോൾ എന്ത് എഴുതും എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പർ ഫോർ എവർ അല്ലെ. എന്താണ്? നമ്മുടെ ചെയ്തികൾ മറ്റെല്ലാ വാക്കുകളെക്കാളെല്ലാം തന്നെ ഒച്ചയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ പോലെ നന്മ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നീതിപൂർവമായ പ്രവർത്തനങ്ങൾ നന്മകളെല്ലാം തന്നെ എക്കാലവും ഓർത്തുകൊണ്ടേയിരിക്കും. ഗ്രേറ്റ് വർക്ക്, ഗുഡ് വർക്ക്, യൂസ്ഫുൾ വർക്ക് ആർ ടു ബി ഡൺ ബൈ അവർ ബെസ്റ്റ് അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ട് കാണിക്കാൻ. ദേ ആർ ഗ്രേറ്റ് തിങ്സ് ആർ മോർ റിയൽ തിങ്സ് ദാൻ അവർ വേർഡ്സ് അല്ലെ. ഈ ചെയ്തികളൊക്കെയാണ് എന്ത്? ഈ ചെയ്തികളൊക്കെയാണ് മറ്റു വാക്കുകളെക്കാളെല്ലാം തന്നെ വിശേഷപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റംപ്റ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ഈ ഒരു പോയം തന്നിട്ട് ഇതിന്റെ അപ്രീസിയേഷൻ ഏതാണ് പറഞ്ഞത്? നമ്മൾ ജെയിംസ് ഷോലെ ഈസ് നോൺ ആസ് ദ ലാസ്റ്റ് ഓഫ് ദ എലിസബത്തൻ ഡെത്ത്, ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ്. ഇത് നമ്മുടെ ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി പറ്റുമ്പോൾ ആദ്യം എഴുതുന്ന എന്തായിരിക്കും? നമ്മൾ ഏറ്റവും ഫസ്റ്റ് എഴുതുക നമ്മുടെ എഴുത്തുകാരനെ പറ്റിയാണ് അല്ലെ. ജെയിംസ് ഷേർലി ഈസ് നോൺ ആസ് ദ ലാസ്റ്റ് ഓഫ് എലിസബത്തൻ അല്ലെ. എലിസബത്തൻ എറയിലെ ഏറ്റവും ലാസ്റ്റത്തെ കവിയായിട്ടാണ് നമ്മൾ ജെയിംസ് ഷേർലിയെ കാണുക. ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ്. ഇതെന്താണ്? ഒരു ഫ്യൂണറൽ സോങ് ആണ്. മരിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെയാണിത്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം, അതിന്റെ ഐഡിയ കൊടുക്കുകയാണ് അവിടെ. ഈ പോയത്തിന്റെ ഐഡിയ എന്താണ്? ഈസ് ദ വാനിറ്റി ആൻഡ് impermanence of earthly glory and power that knows no distinction and carries of all life, reducing them all to dust.
എന്താണ് ഈ മരണം എന്ന് പറയുന്നത് എന്താണ് ഒന്നിനെയും എന്ന് ഗ്ലോറിഫൈ ചെയ്യാത്തതാണ്, എല്ലാം ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയും ഒന്നുമല്ല എന്ന് കാണിക്കുന്ന ഒന്നുകൂടിയാണ് മരണം. ഡെത്തിന് എന്താണ് ഡിസ്റ്റിങ്ഷൻ ഇല്ല അല്ലെ, അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ദ പോയറ്റ് തിങ്സ് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്ട്രേറ്റ് ആർ ഷാഡോസ് ബിക്കോസ് ദേ ആർ നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഇതെന്താണ് ഈ പറഞ്ഞ പദവിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിഴലുകൾ മാത്രമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ് എന്നാണ്. ഒന്നും പടച്ചട്ടയും ഇല്ല വിധിയെ തടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പടച്ചട്ടയില്ല. കിങ്സ് ആൻഡ് ഓർഡിനറി പീപ്പിൾ ട്രംബിൾ ഡൗൺ ആൻഡ് ആർ മെയ്ഡ് ഈക്വൽ ബൈ ഡെത്ത് അല്ലെ. സാധാരണക്കാരനും കിങ്ങും ഒക്കെ ഒരുപോലെയാണ്, കിരീടവും ചെങ്കോലും ഒക്കെ താഴെ വീഴും, സാധാരണക്കാരന് തുല്യമാവും. അവനും അതുപോലെ തന്നെയാണ്. മരണത്തിന് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, അത് ലെവലാണ്, അത് ഈക്വൽ ആണ്. ഡെത്ത് എല്ലാവർക്കും ഉണ്ട്. എവരിബഡി സ്റ്റൂപ്സ് ടു ഫേറ്റ് ആൻഡ് ഡെത്ത് അല്ലെ. ഏതാളാണെങ്കിലും അവരെല്ലാ ആൾക്കാരും മരണത്തിന്റെ മുന്നിൽ തലകുനിക്കുകയും ഡെത്തിനെ സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരും. ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് ക്യാൻ സർവൈവ് ഡെത്ത്. എന്ത് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ? ജസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ആക്ഷൻസ്, നീതിപൂർവമായ നമ്മുടെ പ്രവൃത്തികൾ മാത്രമേ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ദേ ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അവരെന്താണ് ഏത് പ്രതിസന്ധിയിലും അതിങ്ങനെ പൂത്തുറിഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് വി റിമെമ്പർ ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് പീപ്പിൾ ഈവൻ ആഫ്റ്റർ ഡെത്ത് എന്നാണ്. നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷവും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക എന്താണ്? അവന്റെ നല്ല പ്രവൃത്തികൾ മാത്രമാണ്. ABCCDD is the rhyme scheme of the poem. പിന്നെ റൈം സ്കീമിനെ പറ്റി പറയണം. അതുപോലെ തന്നെയാണ് ഇറ്റ് പ്രൊഡ്യൂസസ് എ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോയം. ഈ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ആണ് ഇത് കൊടുക്കുന്നത് പറയാം. A lot of figure of speech like personification that lays its icy hands on kings എന്നാണ് ഇവിടെ കൊടുത്ത പേഴ്സോണിഫിക്കേഷൻ ആയിട്ടുള്ള ആ വരി ഉപയോഗിക്കണം. മെറ്റഫർ എന്താണ് കൊടുത്തേക്കുന്നത്? ഗ്ലോറീസ് ആർ ഷാഡോസ് എന്ന് പറഞ്ഞ മെറ്റഫർ കൊടുത്തിട്ടുണ്ട്. മെൻറ്റോണിമി എന്താണ് കൊടുത്തേക്കുന്നത്? ക്രൗൺ ആൻഡ് സ്ക്രിപ്ചർ കൊടുത്തേക്കുന്നത്. ഓക്സിമോറൻ കൊടുത്തേക്കുന്നത് വിക്ടർ വിക്ടിമാണ്. ഇതൊക്കെ എന്താണ്? എക്സെട്ര ആർ യൂസ്ഡ് ഇൻ ദ പോയം. ഇതൊക്കെ നമ്മുടെ പോയത്തിൽ ഉപയോഗിച്ചെന്നും കൂടി നിങ്ങൾ കൊടുക്കണം. നമ്മുടെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഇതൊക്കെ മെൻഷൻ ചെയ്ത് പോകണം നിർബന്ധമായിട്ടും. They increase the quality of the poem and make it interesting അല്ലെ. അവരെന്താണെന്ന് പറയുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് പോയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെ, ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതിന്റെ ഇൻട്രസ്റ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ആഡ് ചെയ്തെന്നും കൂടി എഴുതിയിട്ട് വേണം മക്കളെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയാ ഈ പോയം, ആ പോയത്തെ പറ്റി നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു. ജെയിംസ് ഷേർലിയെ പറ്റി പറഞ്ഞു, നമ്മുടെ പോയം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിനെ പറ്റി പറഞ്ഞു. അതുപോലെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പാഠം നന്നായിട്ട് വായിക്കണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് നോക്കണം. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളാണ്, അപ്രിസിയേഷൻ വരാൻ സാധ്യതകളാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാൻ നല്ല രീതിയിൽ എവിടെ ചോദിച്ചാൽ നിങ്ങളുടെ സിമ്പിളായ ലാംഗ്വേജിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. കൃത്യമായിട്ടും നമ്മുടെ റൈം സ്കീം, അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ വരുന്ന ഭാഗങ്ങൾ, നമ്മുടെ എന്താ പറയാ എല്ലാ ഭാഗങ്ങളും, ഇതിൽ എന്ത് ഭാഗം ഫിഗർ ഓഫ് സ്പീച്ച് എവിടെയൊക്കെ വരുന്നുണ്ട് എവിടെയൊക്കെ ഇല്ല, അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം എളുപ്പത്തിലാവുകയുള്ളൂ. അപ്പൊ എന്താണ് മക്കളെ, എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഓർത്ത് പഠിക്കാനും ഒക്കെ പറ്റേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ എക്സാംസ് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് സാധിക്കും. എക്സാംസ് മാത്രമല്ല നമ്മുടെ ലൈഫ് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഈ ഒരു പാഠം നമ്മുടെ ലൈഫിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടത്. അപ്പൊ എന്താണ് നമ്മുടെ ലേണിംഗ്, അതുപോലെ തന്നെ റീഡിങ്, റൈറ്റിംഗ് എബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുക. നമ്മുടെ ലേണിംഗ് എബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒന്നുകൂടി നന്നായിട്ട് വൈഡായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.